ബംഗാളിന്റെ മണ്ണിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതി ഭരണത്തിന് ചരമഗീതം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർഭോചിതമായ കടന്നാക്രമണം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നാദിയ ജില്ലയിലെ കൃഷ്ണനഗറിൽ BJP സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. ബംഗാളിന്റെ മണ്ണും മനസ്സും BJPക്കൊപ്പമാണെന്നും സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന്റെ കാറ്റ് വീശിക്കഴിഞ്ഞുവെന്നും മോദി പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നുയർന്ന ആരവം മാത്രം മതി ബംഗാൾ ജനത BJPയെ നെഞ്ചിലേറ്റി കഴിഞ്ഞെന്ന് വ്യക്തമാവാൻ. കൃഷ്ണനഗറിൽ അണിനിരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി മമതാ ബാനർജിയുടെ ജംഗിൾ രാജിനെ പ്രധാനമന്ത്രി അക്ഷരാർത്ഥത്തിൽ പിച്ചിച്ചീന്തി. ബംഗാളിന്റെ മനസ്സ് BJPക്കൊപ്പമാണെന്നും ഭരണമാറ്റം ഉറപ്പാണെന്നും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ദീദിയുടെ രാഷ്ട്രീയ അന്ത്യം അടുത്തു കഴിഞ്ഞുവെന്ന വ്യക്തമായ സൂചനയാണ് നൽകിയത്. വഴിയോര കച്ചവടക്കാരനിൽ നിന്നും ജാൽമുരി കഴിച്ച മോദിയുടേത് സെറ്റപ്പ് നാടകമായിരുന്നുവെന്നാണ് മമത പറഞ്ഞത്. ലളിതമായ ജീവിതം നയിക്കുന്ന പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ മമതയ്ക്കുണ്ടായ അസ്വസ്ഥതയെ അദ്ദേഹം പരിഹാസത്തോടെയാണ് നേരിട്ടത്. ജാൽഗ്രാമിലെ റോഡരികിലിരുന്ന് താൻ സാധാരണക്കാരോടൊപ്പം ജാൽമുരി കഴിച്ചപ്പോൾ അതിന്റെ എരിവ് അനുഭവിച്ചത് തൃണമൂൽ കോൺഗ്രസിനാണ്. ജനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം ലളിതമായ സന്തോഷങ്ങൾ മനസ്സിലാകൂ. എന്നാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മമതയ്ക്കും സംഘത്തിനും ഇത് ദഹിക്കില്ല എന്നാണ് പ്രധാനമന്ത്രി പരിഹസിച്ചത്. മെയ് 4-ന് BJP വിജയം ഉറപ്പാക്കുമ്പോൾ ജാൽമുരിക്കൊപ്പം വിജയത്തിന്റെ മധുരവും താൻ വിതരണം ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ബംഗാളിലെ അമ്മമാരുടെയും പെൺകുട്ടികളുടെയും കണ്ണുനീരിന് മമത മറുപടി പറയേണ്ടി വരുമെന്ന് മോദി ആഞ്ഞടിച്ചു. ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് ഭരണകൂട ഭീകരതയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ പ്രതികളെ സംരക്ഷിക്കുന്ന നാണം കെട്ട ഭരണമാണ് ദീദിയുടേത്. ഇത് മഹാജംഗൽ രാജ് ആണെന്നാണ് മോദി പറഞ്ഞത്. ദേശീയതയും ഭാരതീയതയും വെറുക്കുന്ന തൃണമൂൽ സർക്കാർ വിഘടനവാദികളെ സഹായിക്കുകയാണെന്നും ബംഗാളിലെ സഹോദരിമാരെ ദുരിതത്തിലാക്കുന്ന ഈ ഗുണ്ടാ സംഘത്തെ ഇത്തവണ ജനങ്ങൾ കടലിലെറിയുമെന്നും മോദി കൂട്ടിച്ചേർത്തു. വർഷങ്ങളായി ബംഗാളിൽ നടന്നു വരുന്ന രക്തരൂഷിതമായ രാഷ്ട്രീയത്തിന് BJP അന്ത്യം കുറിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മുൻപ് തെരഞ്ഞെടുപ്പ് എന്നാൽ കൊലപാതകമായിരുന്നു. ആളുകളെ കൊന്നു കെട്ടിത്തൂക്കി ആത്മഹത്യയാക്കി മാറ്റുന്ന തൃണമൂൽ ശൈലി ഇത്തവണ നടന്നില്ല. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഏറ്റവും സമാധാനപരമായ പോളിംഗ് നടന്നത് ഇത്തവണയാണ്. ദീദിയുടെ ഭീഷണിക്ക് വഴങ്ങാതെ ഭയരഹിതമായി ജനങ്ങൾ ബൂത്തിലേക്ക് ഒഴുകുന്നത് BJPയുടെ വിജയത്തിന്റെ ലക്ഷണമാണെന്ന് മോദി പറയുന്നുണ്ട്. അഴിമതിയും അക്രമവും മാത്രം കൈമുതലായുള്ള തൃണമൂലിനെ പുറത്താക്കി വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് ബംഗാളിനെ നയിക്കാൻ ഡബിൾ എഞ്ചിൻ സർക്കാർ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്താതെ തടയുന്ന മമതയുടെ വാശി ബംഗാളിന്റെ വികസനത്തെയാണ് തകർക്കുന്നത്. ഇതിന് അറുതി വരുത്താൻ BJPയുടെ വിജയത്തിനായി ഓരോ വോട്ടും വിനിയോഗിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. മെയ് 4-ന് ബംഗാൾ പുതിയ ചരിത്രം കുറിക്കും. അഹങ്കാരത്തിന്റെയും അഴിമതിയുടെയും കോട്ടയായ തൃണമൂലിനെ തകർത്ത് BJP സുവർണ ബംഗാൾ കെട്ടിപ്പടുക്കും. ബാക്കി കാത്തിരുന്നു കാണാം.